എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നാളെ മുതൽ ആരംഭിക്കുമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. വേക്കൻസി ലിസ്റ്റ് നാളെ വന്നേക്കും, അത് തള്ളിക്കളയാൻ നമുക്കാവില്ല. വാർത്തയുടെ സത്യാവസ്ഥ പരിശോധിക്കാം. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് വന്നിരുമ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. +1 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ നാളെ മുതൽ ആരംഭിക്കുമോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. നാളെ രാവിലെ ഒന്നും ആരംഭിക്കില്ല, ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, ഒരു രാത്രിയോടെ ആരംഭിച്ചേക്കാം. ഞാൻ ഈ പറയുന്നത് ഒരു 90% തന്നെ അങ്ങനെ വരുള്ളൂ. വേക്കൻസി ലിസ്റ്റും അപേക്ഷയുടെ നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ എന്തിരിക്കും, നാളെ രാത്രിയോടെ തന്നെ വന്നേക്കും. കാരണം എന്താണ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്താണ് നാം പറഞ്ഞത്, ജൂലൈ 2 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ ആരംഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മെറിറ്റ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ജൂലൈ 2 മുതൽ ആരംഭിക്കുമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചത്. HSCAP ഹയർ സെക്കൻഡറി സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് HSCAP 2024 അറിയിച്ചത്. അപ്പോൾ എന്ത് ചെയ്യും, മറ്റന്നാളാണ് ജൂലൈ 2 എന്ന് പറയുന്നത്, നാളെ ജൂലൈ 1. അപ്പോൾ ഈ ജൂലൈ 2 എന്ത് ചെയ്യണം, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ ആരംഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ജൂലൈ 1 തന്നെ എന്ത് ചെയ്യണം, വേക്കൻസി ലിസ്റ്റും കാര്യങ്ങളെല്ലാം പുറത്തു വിടണം, എന്നാലേ അപേക്ഷ ആരംഭിക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തേക്കും, നിങ്ങൾ ഈ അലോട്ട്മെൻറ്റ് വരുമ്പോഴും ഈ +1 അലോട്ട്മെൻറ്റ് എപ്പോഴും ഇതാണ്, പറഞ്ഞതിലും ഒരു ദിവസം നേരത്തെയാണ് പലപ്പോഴും എല്ലാം സംഭവിക്കാറ്. പറഞ്ഞ ഡേറ്റിൽ നാളെ അലോട്ട്മെൻറ്റ് വരുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് ഷുവറാണ് നാളെ രാവിലെ 10 മണിക്ക് അലോട്ട്മെൻറ്റ് വരും, അല്ലെങ്കിൽ വേക്കൻസി ലിസ്റ്റ് വരും. നാളെ രാവിലെ 10 മണിക്ക് അലോട്ട്മെൻറ്റ് വരും, അല്ലെങ്കിൽ വേക്കൻസി ലിസ്റ്റ് വരുമെന്ന് HSCAP അറിയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിരുന്നോ, നിങ്ങൾ കുറിച്ച് വെച്ചോ, ഇന്ന് രാത്രി എന്തിരിക്കും, വന്നിരിക്കും, നാളെ വരുമെന്ന് അറിയിച്ചാൽ. അതുകൊണ്ട് തന്നെ മറ്റന്നാൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ആരംഭിക്കുമെന്ന് പറഞ്ഞെങ്കിൽ പോലും നാളെ രാത്രിയോടെ എന്തിരിക്കും, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ വരെ വന്നിരിക്കും. നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കണം. ഇത് വരുന്നത് ഓരോന്ന് വേക്കൻസി ലിസ്റ്റ് ഓരോന്നായിട്ട്, സർക്കുലർ ഓരോന്നായിട്ട്, അപേക്ഷ വിൻഡോ അതിനപ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ടല്ല വരുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഒറ്റ റീഫ്രഷ് ചെയ്യുമ്പോഴായിരിക്കും എല്ലാ പേജും ഒറ്റയടിക്ക് വന്നിട്ടുണ്ടാവും. എല്ലാം ഒന്നിച്ചാണ് പബ്ലിഷ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് നാളെ രാത്രി ചിലപ്പോൾ എന്തിട്ടുണ്ടായില്ല, ഒരു 8 മണിക്ക് നിങ്ങൾ റീഫ്രഷ് ചെയ്ത് നോക്കിയപ്പോൾ വന്നിട്ടുണ്ടാകില്ല. ചിലപ്പോൾ ഒരു 8:05 ആകുമ്പോൾ എന്തിട്ടുണ്ടാവും, വീണ്ടും ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കി അതേ പേജ് തന്നെ. ചിലപ്പോൾ എല്ലാ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ടാവും. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വേക്കൻസി ലിസ്റ്റ്, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപ്ലൈ ചെയ്യേണ്ട രീതികൾ, സർക്കുലർ. ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ജൂലൈ 8 സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഡേറ്റ്, എത്ര സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടാകും, ഇതിൽ ആർക്കൊക്കെയാണ് അപേക്ഷ സമർപ്പിക്കുക എന്നിങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും ഒറ്റ സെക്കൻഡിൽ തന്നെ എന്ത് ചെയ്യും, അവിടെ വരും. ഒന്നിന് പുറകെ ഒന്നായിട്ടല്ല വരുന്നത്, എല്ലാം ഒന്നിച്ചെന്ന് വന്നിട്ടുണ്ടാവും. അവിടെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും ഡിസ്ട്രിക്റ്റ് ജില്ല നൽകി ലോഗിൻ ചെയ്യാം. ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും ഡിസ്ട്രിക്റ്റ് ജില്ല നൽകി ലോഗിൻ ചെയ്യുക. ശേഷം അപ്ലൈയിങ് ഫോർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന ലിങ്ക് അവിടെ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് നൽകാം. ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥിയാണ്, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ഇനി നിങ്ങൾ ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥിയാണോ എങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ട്, ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്ക് അവിടെ വന്നിട്ടുണ്ട്. ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്ക് അവിടെ വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്ക് വഴി ലോഗിൻ ചെയ്ത ശേഷം അപ്ലൈയിങ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം. അപ്പോൾ നാളെ വരുമെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന വാർത്തയുടെ സത്യാവസ്ഥയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നാളെ രാവിലെ ഉച്ചയ്ക്കൊന്നും വൈകിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 95% എന്ത് ചെയ്യും, നാളെ രാത്രിയോടെ തന്നെ വന്നേക്കും. കാരണം ജൂലൈ 2 അപേക്ഷ ആരംഭിക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ജൂലൈ 1 രാത്രി, ജൂലൈ 1 ഒരു 8, 9, 10, 11, 12 മണി സമയത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കും, വേക്കൻസി ലിസ്റ്റും നോട്ടിഫിക്കേഷനും
അപേക്ഷയുടെ പേജും പ്രിൻ്റ് ഔട്ടും, ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്, ആർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റിയല്ല എന്നിങ്ങനെയുള്ള മുഴുവൻ ഡീറ്റെയിൽസും വന്നിട്ടുണ്ടാകും. അപ്പോൾ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം അതാത് ടൈമിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ചാനലാണിത്. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോസ് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. നിങ്ങളുടെ SLC കഴിഞ്ഞ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, അലോട്ട്മെൻറ്റ് കിട്ടാത്ത നിങ്ങൾക്ക് സുഹൃത്തുണ്ടെങ്കിൽ ഷെയർ ചെയ്തും കൂടി എത്തിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും മൈ നെയിം ഇസ് സ്കറിയ, ദ ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോർ ടെക്, ദ കരിയർ ഗൈഡൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.